അസ്സലാമു അലൈക്കും. ഇന്ന് പറയാൻ പോകുന്നത് മെൻസസ് ടൈം പീരിയഡ്സ് ടൈം ഓതാവുന്ന ദിക്കറിനെ പറ്റിയാണ്. നമ്മൾ ആ സമയത്ത് ഒരുപാട് ദിക്കറുകളും സലാത്തുകളും ഓതാറുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ചൊല്ലേണ്ട ദിക്കറാണ് പറയാൻ പോകുന്നത്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ പറയാം. വലിയ അശുദ്ധി ഉള്ളപ്പോൾ നിഫാസ് എന്നിങ്ങനെയുള്ള ആ ഒരു സമയത്ത് ഖുർആൻ ഓതൽ ഹറാമ് തന്നെയാണ്. അതെന്ത് തന്നെയാലും ഖുർആൻ ഓതുന്നു എന്ന രീതിയിലാണ് നമ്മൾ ഓതുന്നതെങ്കിൽ ഹറാമ് തന്നെയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ദിക്കറ് എന്ന രീതിയിൽ, ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നത് അതൊരു ദിക്കറാണ് എന്ന രീതിയിൽ ചൊല്ലുന്നതിൽ ഹറാമില്ല, അങ്ങനെ ചൊല്ലാം. അതേപോലെ തന്നെ നമുക്ക് തസ്ബീഹുകൾ, ഹദ്ദാദ്, സലാത്ത് ഇതൊക്കെ ആ സമയത്ത് നിർവഹിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ദിക്കർ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 റക്അത്ത് നിസ്കാരത്തിൻ്റെ കൂലി നമുക്ക് പടച്ച റബ്ബ് തരുന്നതാണ്. അതുപോലെ തന്നെ 70 തെറ്റുകൾ പൊറുക്കപ്പെടും. ഇതിൻ്റെ കൂടെ എല്ലാ ദിക്കറുകളും ചൊല്ലാവുന്നതാണ്. അപ്പോൾ ദിവസവും 70 തവണ ഈ ദിക്കറ് നിങ്ങൾ ചൊല്ലുക. സുബ്ഹാനക അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. വേറൊരു ദിക്കറ് കൂടി പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഈ മെൻസസ് ടൈം ഈ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്തു തരുന്നതാണെന്ന്. അതുപോലെ തന്നെ നരകത്തിൽ നിന്നും വിദൂരമാക്കും. 40 ഷഹീദിൻ്റെ കൂലി ഉയർത്തിക്കൊടുക്കും. അപ്പോൾ 33 തവണ ദിവസവും ഇതും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തിക്കോ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ വ അസ്തഗ്ഫിറുക മിൻ കുല്ലി സംബ്. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് വയറുവേദന, നടുവേദന, എവിടെ എന്നില്ലാത്ത വേദനകൾ ഒരുപാടുണ്ട്. അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ 541 തവണ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ മുതഹാലി യാ അല്ലാ എന്ന് തുടങ്ങുന്ന ഇസ്മ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വേദനകളും കുറയുന്നതാണ് ഇൻഷാ അല്ലാ.